ഭൂമിയിൽ വന്ന സമയത്ത് യഹൂദന്മാര് ഒരു 700 വർഷത്തോളമായിട്ട് പല രാജ്യങ്ങളുടെ അടിമത്തത്തിലായിരുന്നു. ബാബിലോണിലും അസീറിയയിലും എന്ന് വേണ്ട പഴയ ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല നാട്ടുരാജാക്കന്മാരും അവരെ പിടിച്ചുകൊണ്ട് പോയി അടിമയാക്കിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഈജിപ്തിൽ അടിമയായിട്ടുണ്ട്. പിന്നീട് ന്യായാധിപന്മാരുടെ കാലം വരുമ്പോൾ അവരെ പലപ്പോഴും പരാജയപ്പെട്ട് നാട്ടുരാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അസീറിയ നല്ലൊരു ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നുണ്ട്, ബാബിലോൺ കൊണ്ടുപോകുന്നുണ്ട്. ദീർഘവർഷങ്ങൾ അവരെല്ലാം അടിമത്തത്തിൽ കഴിഞ്ഞവരാണ്. പക്ഷേ ആ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോഴും അവർ പിന്നീട് തിരികെ അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് വന്നപ്പോഴും അവർ യഹൂദന്മാരായിരുന്നു. അവരുടെ സോഷ്യൽ സ്ട്രക്ചറിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, അവരുടെ വിശ്വാസത്തിന് മാറ്റം ഉണ്ടായിരുന്നില്ല, അവരുടെ ലോയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല, അവരുടെ അനുഷ്ഠാനങ്ങൾക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് അവരെ കീഴാണ്ടുകളായി, സംവത്സരങ്ങളായി ആ തീരുമാനത്തിലും ആ നിയമത്തിലും അവന്റെ സാമൂഹിക ആ ചേഞ്ചസിൽ ഒരു മാറ്റവും വരാതെ വണ്ണം അവൻ ജീവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും വിശദീകരണം കൂടാതെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, നസ്രേത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ബേത്ലഹേമിൽ ജനിക്കുന്നു, നസ്രേത്തിൽ വളരുന്നു, നസ്രേത്തിൽ ഭൂരിഭാഗ സമയവും ചെലവിടുന്നു, മരിക്കാനായിട്ട് ജെറുസലേമിലേക്ക് വരുന്നു. അവരെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മശിഹ വരുമെന്നും അവരെ വീണ്ടെടുക്കുമെന്നും ഒക്കെ അവർ പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു പരിധിവരെ മനസ്സിലാക്കി വെച്ചിരുന്നു. പക്ഷേ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചിലതൊക്കെ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അവരെ ഇന്റർപ്രറ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല അതിന്റെ അർത്ഥം എന്നത് വ്യക്തമാണെങ്കിലും ഒരു മശിഹ വന്നു. പക്ഷേ അവർക്ക് ഈ മശിഹയെ ഒരു കാരണവശാലും അവരുടെ സ്കെയിൽ വെച്ച് അളന്നിട്ട് ഈ മശിഹ അവരുടെ രക്ഷകനാണെന്ന് പറയാൻ ഒരു തെളിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ഈ നസ്രായന്റെ പിന്നാലെ പോകാൻ തയ്യാറായിരുന്നില്ല. അഥവാ ആരെങ്കിലും ഒക്കെ പോയെങ്കിൽ പബ്ലിക്കിൽ അവർക്ക് ധൈര്യത്തോടെ പറയാനുള്ള ആ ഒരു ധൈര്യം അവർക്ക് ഇല്ലായിരുന്നു എന്നത് സുവിശേഷങ്ങളിലെ സത്യമാണ്. പക്ഷേ നമ്മൾ ഉയർത്തു എന്നതിന്റെ അടുത്ത തെളിവ് അവർക്കുണ്ടായ ചേഞ്ചസ് ടു കീ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. എന്താ സോഷ്യൽ സ്ട്രക്ചേഴ്സ്? അന്ന് വരെ അവർക്കുണ്ടായിരുന്ന ആനിമൽ സാക്രിഫൈസ് അവർ നിർത്തുന്നു എന്ന് റിസറക്ഷൻ കഴിഞ്ഞ് 5 ആഴ്ച കഴിഞ്ഞപ്പോൾ, യേശു ഉയർത്തെഴുന്നേറ്റ് ഏകദേശം 5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഒരു നല്ലൊരു ഗ്രൂപ്പ് ആളുകൾ അവരുടെ മതത്തിൽ നിന്നിറങ്ങി അവർ ആനിമൽ സാക്രിഫൈസ് എന്നേക്കുമായിട്ട് നിർത്തുന്നു. 2, മോശയുടെ ന്യായപ്രമാണം അല്ല, ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണെന്ന് അവർ പറഞ്ഞ് അതിനുവേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്നു. 3, അന്ന് വരെ ശനിയാഴ്ച അവരുടെ സിനഗോഗിൽ കൂടിയിരുന്ന അവർ ആ 50-ാം ദിവസം മുതൽ, അല്ലെങ്കിൽ പെന്തക്കോസ് നാള് മുതൽ അവര് കർത്തൃദിവസം എന്ന് പിന്നീട് അറിയപ്പെടുന്ന ഞായറാഴ്ച, ആഴ്ചയുടെ 1-ാം ദിവസം അവർ ദൈവത്തെ ആരാധിപ്പാൻ ദൈവാലയങ്ങളിലും ഹൗസ് ചർച്ചസിലും കൂടി വരുന്നു. അടുത്തത്, അവര് അന്ന് വരെ മോണോത്തീസം, ഏകദൈവം അല്ലെങ്കിൽ യാഹ്വേ, 1 പേഴ്സൺ എന്ന ഫെയ്ത്ത് ആയിരുന്നെങ്കിൽ അവർ ക്രിസ്തുവിലേക്ക് വന്നിട്ട് ആ മോണോത്തീസത്തിനകത്ത് 3 പേഴ്സൺസ്, ട്രിനിറ്റി എന്ന ആ ദൈവത്തെ പറ്റിയുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിംഗ് അവർ സമ്പൂർണ്ണമായി ചരിത്ര പുസ്തകമായ ബുക്ക് ഓഫ് ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നസ്രായനെ പിൻപറ്റുന്നവരുടെ എണ്ണം 5000-ആയി, 10,000-ആയി, എണ്ണിക്കൂടാതെ വണ്ണം വളർന്നു, പെരുകി തുടങ്ങി, അത്യന്തം പെരുകി. ഈ പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് അതെല്ലാം വിട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാര്യം? അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റവനെ കണ്ടു കഴിഞ്ഞു.